ഗ്രേറ്റ് കേരള പൊളിറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. പക്ഷേ എങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കും എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് അടിയിൽ നിരവധി കമൻറ്റുകൾ, തെറിയായിട്ടും നല്ല കമൻറ്റുകളും കിട്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ഏകദേശം 41,000 പേരോളം ആ വീഡിയോ കണ്ടിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി ഭരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധം ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മാത്രമായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു വസ്തുതയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയുണ്ടായി. ഏറ്റവും വലിയ പ്രമുഖനെന്ന് പറയുന്നത് മറ്റാരുമല്ല, മുൻ സ്പീക്കർ കാർത്തികേയൻ്റെ മകനായ KS ശബരിനാഥ്. അരുവിക്കര മണ്ഡലത്തിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വികാരമുണ്ടായിരുന്നു. ആ വികാരത്തോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും രണ്ടാമത്തെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നിയമസഭാ ഇലക്ഷനിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ശക്തനായ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയോട് തോൽക്കുകയും ചെയ്യുകയാണ് ശബരിനാഥ് ചെയ്തത്. എന്നാൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിലാക്കിയാണ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഈ വരുന്ന കോർപ്പറേഷനെ നേരിടുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചാൽ ഏറ്റവും അപകടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്ന് കോൺഗ്രസിന് വ്യക്തമായിട്ടറിയാം. കാരണം നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് ഒരു ധാരണ, കോൺഗ്രസ് എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല, ഇടതുപക്ഷവും മുരളീധരനും ചേർന്നുള്ള ധാരണയായിരുന്നു നിയമത്തെ BJPയുടെ തോൽവിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ BJPയെ പൂർണ്ണമായും തറപറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കാരണം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ KS ശബരിനാഥിന് നൽകിയിരിക്കുന്ന വാഗ്ദാനം അതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ, മേയറായാൽ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ നിന്നും ശബരിനാഥിനൊരു സീറ്റ് നൽകും. ആ സീറ്റ് നൽകുന്നത് BS ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ ഒരു നേതാവിനെ പൂർണ്ണമായും വെട്ടിമാറ്റിക്കൊണ്ട് ആയിരിക്കും KS ശബരിനാഥിന് ഈ സീറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസിൻ്റെ അകത്തുള്ള വലിയൊരു പടലപ്പിണക്കങ്ങൾക്ക് തുടക്കമാകും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഒരു തിരിച്ചടിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ സീറ്റ് കൂടിയാൽ ഏറ്റവും ദോഷകരമായി മാറുന്നത് CPMനാകും. അതുകൊണ്ട് തന്നെയാണ് CPM കളം പിടിക്കാൻ വേണ്ടി മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിൽ മത്സരിപ്പിക്കാൻ ധാരണയായത്. കാരണം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് CPMന് ഏറ്റവും മുൾമുനയിൽ നിർത്താൻ പോകുന്ന ഇലക്ഷനായിരിക്കും. പഞ്ചായത്ത് ഭരണവും കോർപ്പറേഷൻ ഭരണങ്ങളും കോൺഗ്രസ് പിടിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് ശക്തമായ സീറ്റുണ്ടാവും. കോൺഗ്രസ് കേരളത്തിലെ ഭരണം പിടിക്കും എന്നുള്ള പേടി CPMനുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസ് ഭരിക്കാൻ വരുന്നതിലല്ല ഇവിടെ പ്രശ്നം. BJP ചിലപ്പോൾ 10 മുതൽ 14 വരെയുള്ള സീറ്റുകളിൽ ജയിക്കും എന്നുള്ള ഏക പേടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെയും CPMനെയും അലട്ടുന്നത്. അതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMും കോൺഗ്രസും ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായത്. എന്തായാലും KS ശബരിനാഥന് ആശംസകൾ നൽകുന്നു. കോർപ്പറേഷനിലെ കവടിയാർ വാർഡിൽ ശബരിനാഥൻ വിജയിക്കുമോ അതോ ശബരിനാഥൻ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഒരുപക്ഷെ ശബരിനാഥിൻ്റെ ബന്ധങ്ങൾ വച്ചിട്ട് ഇടതുപക്ഷം ശബരിനാഥിനെ സഹായിക്കാനുള്ള എല്ലാ ധാരണയും കാണുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ശക്തരായ BJPയെ പൂർണ്ണമായും മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസും CPMും ഇങ്ങനെയൊരു ധാരണയിലേക്ക് എത്തിയത്. ഇത് കോൺഗ്രസും CPMും എടുത്ത ധാരണ തന്നെയാണ്. സാധാരണഗതിയിൽ താഴേക്കിടയിൽ കിടക്കുന്ന ഏറ്റവും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന നേതാക്കളെയാണ് CPMും കോൺഗ്രസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക. എന്നാൽ ഇപ്പോൾ ചിത്രം അങ്ങനെയല്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. കോർപ്പറേഷനിലെ സീറ്റുകൾ പങ്കിട്ടെടുക്കുവാൻ വേണ്ടിയിട്ടും മാത്രമാണ്. കാരണം ഇത്രയും അഴിമതി നിറഞ്ഞ ഒരു കോർപ്പറേഷൻ ഭരണം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവാർഡ് വാങ്ങിക്കാൻ ഒക്കെ UK പാർലമെൻറ്റിൽ പോയി കഥയൊക്കെ നമുക്കറിയാം, അതെല്ലാം ചീറ്റിയ കഥയാണ്. പക്ഷേ ഇപ്രാവശ്യം നടക്കുന്നത് BJPയെ പൂർണ്ണമായും കോർപ്പറേഷനിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും
ഒരുമിച്ചുള്ള ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി